അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇസ്ലാമിക് എഡ്യൂക്കേഷൻ. നമ്മൾ ഇന്ന് അഹ്ലാക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്, നല്ല സ്വഭാവങ്ങൾ. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് സൽസ്വഭാവം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് എങ്ങനെ സൽസ്വഭാവം ശീലിക്കാം, സൽസ്വഭാവത്തിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സൽസ്വഭാവത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യം മാത്രമേ ഇതിൽ മെയിനായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതിൽ ഉള്ള കുറച്ച് ഹദീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നല്ല സ്വഭാവം ശീലിക്കാം. അത് ഞാൻ ഇത് ജസ്റ്റ് വായിച്ചു തരാം. മകനെ, നീ ഇപ്പോൾ 5ാം ക്ലാസ്സിലെത്തി. നമ്മളിപ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും 5ാം ക്ലാസ്സിലാണ്. നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു. നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. സൽസ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനാലാണ് നീ അഹ്ലാക്ക് പഠിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും എന്തിനാണ് അഹ്ലാക്ക് പഠിക്കുന്നത്? നമ്മുടെ സൽസ്വഭാവം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്ക് മദ്രസയിൽ അഹ്ലാക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി സൽസ്വഭാവം എന്ന് വെച്ചാൽ എന്താണ്? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഓക്കെ, സൽസ്വഭാവം എന്ന് വെച്ചാൽ എന്താണ്? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് അതൊക്കെ. നല്ലൊരു സൽസ്വഭാവിയായ ഒരു സ്റ്റുഡൻ്റ് ആവുക അല്ലെങ്കിൽ ഒരു രക്ഷിതാവ് ആവുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓരോ വ്യക്തിക്കും അള്ളാഹു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്ത്? സൽസ്വഭാവിയായ നല്ലൊരു മകളാവുക എന്ന് പറയുന്നത്, മകളായാലും മകനായാലും. ഓക്കെ, അടുത്ത പാരാഗ്രാഫ്. തീർച്ചയായും താങ്കൾ മഹത്തായ സൽസ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രമേൽ സൽസ്വഭാവിയും സത്യസന്ധനുമായിരുന്നു നമ്മുടെ ഹബീബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. എന്നാൽ കൂടി നബി എന്ത് ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു? അല്ലാഹുമ്മ ഹസൻത ഹൽക്കി ഫഹുസിൻ ഹൽക്കി. ഇതെന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നബി ചൊല്ലാറുണ്ടായിരുന്ന ദിക്ർ എന്താണെന്ന് കേട്ടോ. അല്ലാഹുമ്മ ഹസൻത ഹൽക്കി ഫഹുസിൻ ഹുൽക്കി എന്നായിരുന്നു അത്. അതിനാൽ നീയും സൽസ്വഭാവിയാവണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ഓക്കെ, നമ്മൾ ഓരോരുത്തരും എന്തായിരിക്കണം? സൽസ്വഭാവി ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം. നമ്മുടെ ഹബീബ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ദ്വാ നമ്മൾ സ്ഥിരം ചൊല്ലണം. നമുക്കിനി എങ്ങനെയാണ് സൽസ്വഭാവം ശീലിക്കാൻ പറ്റുക എന്നാട്ടോ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചും പിൻപറ്റിയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം. ഓക്കെ, നമുക്ക് എങ്ങനെ സൽസ്വഭാവം ശീലിക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിച്ചും പിൻപറ്റിയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം. സൽസ്വഭാവത്തിൽ പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാ? ഫസ്റ്റ് എന്ന് പറയുന്നത് നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക. സെക്കൻഡ്, നല്ല വാക്ക് പറയുക. നമ്മളെപ്പോഴും നന്മ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. രണ്ടാമത്തത് നല്ല വാക്ക് പറയുക, സംസാരം കുറയ്ക്കുക. നല്ല സൽസ്വഭാവിയായ ഒരു കുട്ടി എന്നുള്ള അടയാളമാണ് സംസാരം കുറവായിരിക്കും അവർക്കുണ്ടാവുക. നന്ദി ഉള്ളവനാവുക, സത്യസന്ധനാവുക, പാപങ്ങളെ വെടിയുക. 7 പ്രയാസങ്ങൾ സഹിക്കുക. 8 മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ മുതലായവരോട് കടമകൾ നിർവഹിക്കുക. മാതാപിതാക്കളോടും ഗുരുനാഥന്മാരോടൊക്കെ കടമകൾ നിർവഹിക്കുന്ന കുട്ടിയായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക. 11 വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരെ സ്നേഹിക്കുകയും വേണം. അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിൽ സൽസ്വഭാവം ശീലിക്കാൻ 11 കാര്യങ്ങളാണ് പറയുന്നത്. നല്ല സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങളിൽ അതിൽ 11 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ തെക്കുവ ചെയ്യുക. അത് പറയും, നമ്മൾ എവിടെയാണെങ്കിലും എന്തായിരിക്കണം? അള്ളാഹുവിനെ തെക്കുവ ചെയ്തുകൊണ്ടിരിക്കണം. ചീത്ത കാര്യങ്ങൾ ചെയ്തു പോയാൽ ഉടനെ സൽക്രമം ചെയ്യുക. എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചൊല്ലുക. നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെറിയ
തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ സൽക്രമം ചെയ്യുക. നമ്മൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താക്കണം, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന സമയം നമ്മളവിടെ നന്മ ചെയ്തപ്പം നമ്മൾ ചെയ്ത പാപം പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാലിക്കിൻ നാസ ബിഹുലിക്കിൻ ഹസീൻ, മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. ഓക്കെ, മനുഷ്യരോട് നീ എന്താക്കണം, സൽസ്വഭാവത്തിൽ പെരുമാറണം. നമ്മുടെ സൽസ്വഭാവത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ സൽസ്വഭാവ രൂപീകരണത്തിൽ കൂട്ടുകാർക്കും പങ്കുണ്ട്. അതിനാൽ സൽസ്വഭാവികളെ നീ കൂട്ടുകാരനാക്കണം. ഓക്കെ, ഇതിൽ പറയുന്നത് നമ്മൾക്ക് എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്ന സമയം സൽസ്വഭാവികളായ ഫ്രണ്ട്സ് വേണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സൽസ്വഭാവി അല്ലാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ എന്താക്കണം, സൽസ്വഭാവികളായ ഫ്രണ്ട്സാക്കി അവരെ മാറ്റണം. അതാണ് ഗുഡ് ക്വാളിറ്റി. ഓക്കെ, മകനെ ഉപ്പ ഇത്രയും ഉപദേശിച്ചത് മോൻ്റെ നന്മയ്ക്കാണെന്ന് മോൻ അറിയാമല്ലോ. അള്ളാഹു എൻ്റെ കുട്ടിക്ക് സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, ആമീൻ. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന 5ാം ക്ലാസ്സിലെ എല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, നല്ല സൽസ്വഭാവികളാക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിന്ന് സൽസ്വഭാവത്തിൻ്റെ പാടെടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ തെദിലീബാത്തിൽ നമുക്കൊരു പ്രതിജ്ഞ പോലെ നമ്മളിനി ചെയ്യുന്നുള്ള ഒരു നിയ്യത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇത് പറയുക കേട്ടോ. ഞാൻ സൽസ്വഭാവിയാകും, നല്ലവരുമായി മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ, സൽസ്വഭാവത്തിൽപ്പെട്ട പുതിയ കാര്യങ്ങൾ ശീലിക്കുകയും ചെയ്യും. ഓക്കെ, നമ്മൾ അതുപോലെ നല്ല സ്വാലിഹായ നല്ല മക്കളായിരിക്കണം. ഓക്കെ, അത് ഇനി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് തെദിലീബാത്ത് നോക്കിയ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൽസ്വഭാവം എന്നാൽ എന്താണ്? സൽസ്വഭാവം എന്ന് വെച്ചാൽ എന്താണ്? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥയ്ക്കാണ് എന്തു പറയുക, സൽസ്വഭാവം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൾക്കാരെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ വിലയിരുത്തുക. സൽസ്വഭാവം സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, മൂന്നാമത്തേത് വെച്ചാൽ നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എന്തിനു വേണ്ടിയിട്ട്? സൽസ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എന്തായിരുന്നു? നബീൻ്റെ ഉപദേശം എന്താണ്? മനുഷ്യരോട് നീ സൽസ്വഭാവം കാണിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ. ഓക്കെ, സൽസ്വഭാവം നമുക്ക് സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റിയും പഠിച്ചും നല്ലവരുമായി സഹവസിച്ചും നമുക്ക് അങ്ങനെ എന്താക്കാം, സൽസ്വഭാവം ശീലിക്കാൻ പറ്റും. ഓക്കെ, നാലാമത്തത് എഴുതാം വിലയിരുത്താം എന്നാണ്. ഓക്കെ, ഇനി സൽസ്വഭാവത്തിൽപ്പെട്ട 11 കാര്യങ്ങൾ എഴുതുക. ശേഷം എത്ര എണ്ണം നിങ്ങളിൽ ഉണ്ടെന്ന് വിലയിരുത്തുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാ അതിൻ്റെ ആൻസർ. നന്മ അധികരിപ്പിക്കുക. രണ്ടാമത്തത് നല്ല വാക്ക് പറയുക. മൂന്നാമത്തത് സംസാരം കുറയ്ക്കുക. നാലാമത്തത് നന്ദിയുള്ളവനാവുക. അഞ്ചാമത്തത് സത്യസന്ധത ഉണ്ടായിരിക്കുക. ആറാമത്തത് പാപങ്ങൾ വെടിയുക. ഏഴാമത്തത് പ്രയാസങ്ങൾ സഹിക്കുക. എട്ടാമത്തത് മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. ആരെയും ഉപദ്രവിക്കാതിരിക്കുക. 11 വലിയവരെ ബഹുമാനിക്കുകയും ചെറിയവരെ സ്നേഹിക്കുകയും വേണം. ഓക്കെ, പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ റബ്ബിന് തെക്കുവേണ്ടായിരിക്കണം. ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ പറയുന്നത്, സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഇതിലേതൊക്കെയാണ് നിങ്ങൾക്കുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന 5ാം ക്ലാസ്സിലെ എല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, നല്ല സൽസ്വഭാവികളാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. താങ്ക് യു.